ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ. ഈ പാട്ട് കവി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ പാട്ട് ഒരല്പം വ്യത്യാസപ്പെടുത്തിയാണ് പാടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രിസ്ത്യൻ പാട്ടുകളിലെല്ലാം ദൈവത്തെ, ക്രിസ്തുവിനെ, അവൻ, നീ ഇങ്ങനെയുള്ള പദങ്ങളിലാണ് സംബോധന ചെയ്യുന്നത്. അതിൻ്റെ കാരണം സത്യവേദ പുസ്തകമാണ്. ഈ സത്യവേദ പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന പദങ്ങൾ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്തു, പരിഭാഷപ്പെടുത്തി. അതായത് ഇംഗ്ലീഷിൽ ഹി, അതായത് പിതാവിനെയാണെങ്കിലും ഹി എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ യു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ബഹുമാന സൂചകമായ വാക്കുകൾ പ്രത്യേകമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് കുറവാണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷിലത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ബഹുമാന സൂചകമല്ല എന്ന് തോന്നത്തുമില്ല. പക്ഷേ മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ആ വാക്കുകൾ ബഹുമാന സൂചകമല്ലാത്ത വാക്കുകളാണ്. അല്ലേ? നമ്മളപ്പനെ നമ്മൾ ഒരിക്കലും അവൻ എന്ന് നമ്മൾ പറയാറില്ല. അമ്മയെ നമ്മൾ നീ എന്ന് പറയാറില്ല. ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് അവൻ, നീ എന്നൊക്കെ പറയാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടിൻ്റെ, അപ്പോൾ ഈ ബൈബിൾ വാക്കുകളെ ആസ്പദമാക്കിയിട്ടാണ് മിക്ക ക്രിസ്ത്യൻ പാട്ടെഴുത്തുകാരും പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പാട്ടുകളിനകത്ത് കൂടുതലും ഇങ്ങനെയുള്ള വാക്കുകൾ വരാനുള്ള കാരണം. അപ്പോൾ വേറൊരു പാട്ട് പാടുവാണെങ്കിൽ, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുവെന്നും മതിയായവൻ. ഇങ്ങനെ പോകും പാട്ടുകൾ. മിക്ക പാട്ടുകളും എടുത്ത് നോക്കിയോ, എല്ലാത്തിനകത്തും ഇങ്ങനെയുള്ള സംബോധനകളായിരിക്കും. അപ്പം ഞങ്ങൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള പാട്ട് പാടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പാടി കേൾപ്പിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ദൈവ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും യേശുവിൻ്റെ ചുവടുകളെ, അനുഗമിച്ചിടും യേശുവിൻ്റെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഇങ്ങനെയാണ് ഞങ്ങൾ ആ പാട്ട് പാടുന്നത്. അതുപോലെ ഞങ്ങൾ പാടുന്ന പാട്ടുകളിലൊക്കെ ഇതുപോലെ തിരുത്താൻ പറ്റുന്ന ഭാഗങ്ങൾ ഞങ്ങൾ തിരുത്തി തന്നെ പാടുന്നത്. കാരണം ചില പാട്ടിനകത്ത് നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ ആ തിരുത്തി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ട്യൂണും മറ്റു കാര്യങ്ങളൊക്കെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തിരുത്താൻ പറ്റുന്ന പാട്ടുകളിലൊക്കെ ഈ അവൻ, നീ എന്നൊക്കെ വരുന്നിടത്ത് ദൈവനാമവും ദൈവം എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ പാട്ടുകൾ പാടുന്നത്. അതുപോലെ തന്നെ ബൈബിളിലും അവൻ എന്നുള്ള ഭാഗത്തൊക്കെ ഞങ്ങൾ അവിടുന്ന്, അങ്ങ് എന്ന് തിരുത്തിയാണ് വായിക്കുന്നത്. അങ്ങനെ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ വായിക്കുന്നത് കുറച്ചും കൂടെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.